ഹലോ ഹലോ ഗൈസ്. ഇന്ന് വന്നിട്ട് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുന്നു. പല്ല് തേപ്പും സ്കിൻ കെയറും കഴിഞ്ഞു. കുരുവിനെ കാരണം എനിക്ക് സഹിക്കാൻ വയ്യ, നല്ല വേദന. മരുന്നൊക്കെ ഇട്ടു, ലിപ് ബാമൊക്കെ സെറ്റ് ചെയ്തു, മുടിയൊക്കെ സെറ്റാക്കി. ഞാൻ എൻ്റെ ഒരു ദിവസത്തിൽ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് ആളുകളുടെ കൂടെയാണ്. അവരെ കാണിച്ചത്. ഇപ്പോൾ ഇവർ വന്നിട്ട് ക്രോസ് ആക്കാൻ വേണ്ടി കുറച്ച് സെറ്റാക്കാൻ ഇട്ടേക്കുവാണ്. രണ്ടുപേര് ഇവരാണ്. പിന്നെ കുറച്ച് ബേബീസ് ഉണ്ട് ഇവരുടെ. കാണാൻ പറ്റുന്നുണ്ടോ? കുഞ്ഞു 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 ബേബീസ്. ഇതെന്ന് പറയുന്നത് ഇതിലെ ബ്ലൂവിൻ്റെയും ഇതിൻ്റെ ഡേഡി എന്ന് പറയുന്നത് ഈ വൈറ്റും ആണ്. ഇനി കുറച്ചിൻ്റെ ബാക്കി ആളുകളൊക്കെ താഴെയാണ്. ഇവർക്ക് ഫുഡ് കൊടുത്തു. ഇനി താഴത്തെ കുറച്ച് ഗെറ്റ് കൊണ്ടവരുണ്ട് അവിടെ ആമ്പലിൻ്റെ കുളത്തില്ല, ആമ്പലിൻ്റെ പാട്ടയില്. അപ്പം അവർക്ക് പോയി കുറച്ച് ഫുഡൊക്കെ കൊടുക്കാം. മീനുകളുടെയൊക്കെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സമയം എനിക്ക് കുറച്ച് പച്ചക്കറികളുണ്ട്. വലിയ പച്ചക്കറി തോട്ടമൊന്നുമല്ല, അത്യാവശ്യത്തിന് പച്ചമുളക്, പിന്നെ ചീര, വെണ്ടയ്ക്ക, വെള്ളരി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ അതിനൊക്കെ വെള്ളം ഒഴിക്കും, അതിലെന്തെങ്കിലും കാര്യങ്ങൾ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. കോവയ്ക്കയോ പച്ചമുളകോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ പറിച്ചെടുക്കും. ഞാൻ നട്ടത് കൊണ്ടല്ല, ഇതിങ്ങനത്തെ ഇനമാണെന്ന് തോന്നുന്നു. നമ്മുടെ കോവയ്ക്ക ഭയങ്കര ഉണ്ടത്തക്കടി കോവയ്ക്കയാണ്. ഈ ചിലപ്പോൾ ഒന്നോ രണ്ടൊക്കെ കാണും. ഇടയ്ക്കത് പച്ചയ്ക്ക് കഴിക്കും, അല്ലാതെ ഒരു വിരിക്കണോ തോരത്തിനോ ഉണ്ടെങ്കിൽ അത് അങ്ങനെ എടുക്കും. പക്ഷെ നമുക്ക് പച്ചക്കറിയിൽ കൂടുതലും കിട്ടുന്നത് പച്ചമുളകാണ്. കുറച്ചധികം പച്ചമുളക് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഞങ്ങൾ പറിച്ചെടുത്തു. ഞങ്ങളല്ല, ഞാൻ പറിച്ചെടുത്തു. ഞാൻ രാവിലെ എണീറ്റ് വന്ന് കാണുന്ന ഒരു കാഴ്ച ഇതാണ്: അമ്മാമ്മയുടെ പത്രം വായന. അത് കണ്ട ശേഷം എൻ്റെ അമ്മ ചായയും കൊണ്ടുവരും. ചായ കുടിച്ചിട്ടായിരിക്കും എൻ്റെ ബാക്കി പണികളെല്ലാം എടുക്കുക. അങ്ങനെ അമ്മ ചായയൊക്കെ കൊണ്ടുവച്ചു. പിന്നെ കാശി പല്ലൊക്കെ തേച്ച് രാവിലെ ഒരു മുയൽക്കുട്ടീനെ കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മ കൊണ്ടുവച്ച ചായയൊക്കെ എടുത്ത് എനിക്ക് തന്ന്. എന്താണാവോ ചായ കൊണ്ട് തന്നതെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആദീനെ നാത്തൂൻ കൊണ്ട് അമ്മാവേൻ്റെ കയ്യിൽ കൊടുത്തായിരുന്നു. പിന്നെ കുറച്ച് നേരം അവനെ കളിപ്പിക്കുകയും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവന് പാപ്പം അങ്ങനെ എന്താണ്ടോ സാധനം അമ്മ കുറുക്കുമായിരുന്നു. അതൊന്നും കൊടുക്കുന്നത് എനിക്കിതിലെടുക്കാൻ പറ്റത്തില്ല, കാര്യം അവ ദേഹത്തും മുഖത്തൊക്കെ തുപ്പി നാശമാക്കും. ഇന്ന് കുറച്ചധികം വൃത്തിയാക്കൽ പരിപാടിയായിരുന്നു. അമ്മയ്ക്കിങ്ങനെ ആക്രികൾ വാരി വെച്ചില്ലെങ്കിൽ എന്താണെന്തോ ഉറക്കം വരത്തില്ല. പിന്നെ ഒരുപാടധികം പാത്രങ്ങൾ അടുക്കളയിൽ വാരി വലിച്ചിടും. അതുകൊണ്ട് കുറച്ചൊക്കെ മാറ്റി അടുക്കി കഴുകി തുടച്ചൊക്കെ വെച്ചു. പിന്നെ നമുക്ക് രാവിലത്തെ ആഹാരം എന്ന് പറയാനായിട്ട് പച്ചരി കഞ്ഞിയും പയറിൻ്റെ പുഴുക്കുമായിരുന്നു. എനിക്കെന്തോ ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതായിരുന്നു. അങ്ങനെ രാവിലത്തെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് അതായിരുന്നു. പിന്നെ ഞാൻ 2 മീനുകളെ ചേർക്കാനായിട്ടിരുന്നല്ലോ, ചെന്നപ്പോഴത്തേക്കും അവർക്ക് മുട്ടയൊക്കെ റിലീസായി നല്ല സെറ്റായിട്ട് കിടക്കുമായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരധികം സന്തോഷമായി. ഉച്ചയൊക്കെ ആയപ്പോൾ നമുക്ക് ഒരു ചടങ്ങിന് പോകണമായിരുന്നു. അങ്ങനെ ഞാനും കാശിയും അമ്മയൊക്കെ റെഡിയായി പോകാനുള്ള പട്ടി ഷോകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടത്. പിന്നെ അവിടെ ചെന്നു ഫുഡൊക്കെ കഴിച്ചു. ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചിക്കൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു. വീട്ടിലൊക്കെ വന്നു പിന്നെ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയ ശേഷം ചിപ്സും ചായയും ജ്യൂസാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ക്ലിപ്പ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ചിപ്സും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ മുണുങ്ങി അതൊക്കെ. എന്താ, എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. ചിപ്സ് എനിക്ക് വലിയ ഇഷ്ടമല്ല, പക്ഷെ എന്നാലും വിശപ്പിൻ്റെ പിടിയിലൊക്കെ കഴിച്ചു. എപ്പോഴത്തെ എൻ്റെ ഒരു പ്രശ്നമാണ് രാത്രി എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താൽ രാത്രിത്തെ വ്ലോഗ് എടുക്കാൻ ഞാനിങ്ങും വല്ലാണ്ട് മറന്നു പോവും. അങ്ങനെ ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്ത് കുളിച്ചൊക്കെ വന്ന ശേഷം മുടി കെട്ടിയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ അതൊക്കെ കെട്ടിയിട്ട് നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആ സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗീസ്. സത്യം പറഞ്ഞാൽ എനിക്ക് തെറ്റിടാനായിട്ട് അറിയത്തില്ല. തെറ്റിയെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. മുടി പിന്നി ഇടാൻ അറിയത്തില്ല. എപ്പോഴും ഇത് തിരിഞ്ഞ് കിണായിപ്പോവും.
പക്ഷെ എങ്ങനെയൊക്കെ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു. സ്കിൻ കെയർ ഒക്കെ ചെയ്ത് മുഖക്കുരുവിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. ഞാനപ്പോൾ ഉറങ്ങാൻ പോകുന്നു ഗൈസ്. അപ്പോൾ ശരി, ബൈ.